ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോള് വന്നോന്നറിയാനാ ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ ഒരു ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം ഫിനിഷ് ചെയ്തിട്ട് ഞാൻ വരാം. അതുവരെ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരിക്കും. എന്താടാ എന്നാ ഇരിക്കേ. അതെ, എന്നെ കാണാന്ന് പറഞ്ഞ ആള് പുറത്തു വന്നിട്ടുണ്ട്. നീ തൽക്കാലം ഇവിടെ ഇരി, ഞാൻ പെട്ടെന്ന് വരാം. ശരി സാർ. ഓർഡർ ചെയ്തോ നീ? ശരി. പിന്നെ ഈ കാണണോന്ന് പറഞ്ഞ പെൺകുട്ടി എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. അതുകൊണ്ട് നീ എങ്ങോട്ടെങ്കിലും എഴുന്നേറ്റ് പോയി കളയരുത്. ഇല്ല, അച്ഛൻ പോയിട്ടോ. ഇടാ, ഒന്ന് സ്മാർട്ടായിട്ടിരിക്കടാ, ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിരിക്കാതെ. പെണ്ണ് കാണല. അതേടി, അച്ഛൻ നിർബന്ധിച്ചതുകൊണ്ടാ ഈ പെണ്ണുകാണൽ ചടങ്ങിന് ഞാൻ സമ്മതിച്ചത് തന്നെ. വെറുതെ ഒരു ബോധ്യപ്പെടുത്തൽ. ബന്ധുക്കളെയും കൂട്ടി അണിഞ്ഞൊരുങ്ങി വീട്ടിൽ വന്ന് കാണുകയും ചെറുക്കന്റെ പൊങ്ങച്ചങ്ങൾ എഴുന്നള്ളിച്ച് ചായ കൊടുക്കുകയും ചെയ്യുന്ന സ്ഥിര ഏർപ്പാടല്ല. അതേന്നെ, അതുകൊണ്ടാ ഞാൻ ഈ കഫേയിലേക്ക് വരാന്ന് സമ്മതിച്ചത്. ഇല്ലില്ല, ചെറുക്കന്റെ ഫോട്ടോ ഒന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. അച്ഛനല്ലേ ആള്. ഏതെങ്കിലും മരക്കൊന്നിനായിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഒന്ന് കണ്ടിരിക്കാം. തന്റെ ആഗ്രഹത്തിന് മോള് വഴങ്ങിന്ന് അച്ഛൻ ആശ്വസിച്ചോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ ബോധ്യപ്പെടുത്തൽ. എക്സ്ക്യൂസ് മീ, വൺ കോഫി. ഞാൻ ഇയാളെ തേടി നടക്കുമായിരുന്നു. അന്ന് ലൈബ്രറിയിൽ വെച്ച് എന്ത് പണിയാ കാണിച്ചത്? ലൈബ്രറിയിലോ? ഏത് ലൈബ്രറി? എന്ത് പണി കാണിച്ചു? അല്ല, നിങ്ങളാരാ? അത് ശരി, ഈ സൈസ് നമ്പറൊന്നും എന്നോട് വേണ്ട. ലൈബ്രറിയിൽ നിന്ന് ഞാൻ വായിക്കാനെടുത്ത പുസ്തകം അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് ഒന്നും അറിയാത്ത പോലെ. പെൺകുട്ടികളായാലേ പേരിനെങ്കിലും കുറച്ച് മാന്യതയും ഒതുക്കൊക്കെ വേണം. ഇതൊരുമാതിരി. അത് വിട്, ആ പുസ്തകം എവിടെ? ഓ, ആ പുസ്തകം ഇപ്പോഴാ ഓർത്തെ. ആ പുസ്തകം എന്റെ പക്കലുണ്ട്. ഏത് പുസ്തകമായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാ അത് ഏത് വിധേനയും സ്വന്തമാക്കുന്ന ശീലം എനിക്കുണ്ട്. എങ്കിൽ ആ ശീലം എനിക്കും ഉണ്ട്. ഇയാൾ അന്ന് വെച്ചിട്ട് പോയ ക്യാഷ് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം തിരിച്ചു തന്നേക്കാം. എനിക്ക് ആ പുസ്തകം തിരിച്ചു വേണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല. പുസ്തകം കിട്ടാതെ കുട്ടിയെ ഞാൻ ഇവിടെ നിന്ന് വിടുന്ന പ്രശ്നമില്ല. ഓ, അത്ര സ്മാർട്ട് ആണെങ്കിൽ തന്റെ മിടുക്ക് കണ്ടിട്ട് തന്നെ കാര്യം. ആ ബുക്കിനി ആ ലൈബ്രറിയിൽ കാണില്ല. എന്താ? ആ ബുക്ക് നഷ്ടപ്പെട്ടു പോയി. കൈമോശം വന്നു പറഞ്ഞു ഞാൻ ആ ബുക്കിന്റെ വില എങ്ങ് കൊടുക്കും. പിന്നെ ആ ബുക്ക് എനിക്ക് സ്വന്തം, എന്റെ മാത്രം. മനസ്സിലായോ? പിന്നെ താൻ ഗോവിന്ദ. എന്തോ? ഗോവിന്ദാന്ന്.
അല്ല നിങ്ങൾ തമ്മിൽ കണ്ടു കഴിഞ്ഞോ? എടാ ഇതാണ് നീ പെണ്ണ് കാണാൻ വന്ന പെൺകുട്ടി. പേര് ദേവിക വർമ്മ. മോളെ ഇതാണ് മോള് മീറ്റ് ചെയ്യാൻ വന്ന പയ്യൻ ശ്യാം. എന്റെ മോൻ. അല്ല നിങ്ങൾ തമ്മിൽ വല്ല മുൻപരിചയമുണ്ടോ? ഇല്ല. ആ ഇല്ല, മുൻപരിചയൊന്നുമില്ല. അപ്പൊ പിന്നെ നിങ്ങൾ രണ്ടുപേരും മനസ്സ് തുറന്നൊന്ന് സംസാരിക്കും. മോള് വന്നോന്നറിയാനാ ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ ഒരു ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം ഫിനിഷ് ചെയ്തിട്ട് ഞാൻ വരാം. അതുവരെ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരിക്കും. എന്താടാ എന്നാ ഇരിക്കേ. എന്നാ നമുക്ക് അങ്ങോട്ടിരിക്കാം. ജഗൻ വർക്ക്ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് കുറുപ്പിനെ നേരിൽ കാണിച്ചു കൊടുക്കണം. എന്നാലേ ജഗനെ കുറുപ്പ് കൂടുതൽ വെറുക്കും. എടാ ഇന്നലെ ഇടിച്ച നിന്റെ കാറ് ഇവിടെ അടുത്തുള്ള വർക്ക്ഷോപ്പിലല്ലേ നന്നാക്കാൻ കൊടുത്തിരിക്കുന്നേ? അതെ. എന്നാ കേറി പണി എന്തായെന്ന് നമുക്ക് നോക്കിട്ട് പോകാം. അല്ലേച്ചി ഇന്നലെ വസന്തയുടെ മോളുടെ പുടവടക്ക് ചെല്ലാമെന്ന് പറഞ്ഞത്. നമ്മളിപ്പോ അങ്ങോട്ടല്ലേ പോകുന്നത്? ഓ നിനക്കല്ലല്ലോ അവള് പുടവ വരുന്നത് സമയത്തിനങ്ങ് ചെല്ലാൻ. ഇത് കഴിഞ്ഞിട്ടങ്ങ് പോയാ മതി. അതെ അവിടെ അത് കൃത്യമായിട്ട് നടന്നോളൂ. നമ്മൾ താമസിച്ചാലും പുടവകളോടെ അവിടെ കൃത്യമായിട്ട് നടന്നോളൂ. ശരി കണാ, വണ്ടി നേരെ വർക്ക്ഷോപ്പിലോട്ട് വിടുക. ശരി സാർ. ചേട്ടാ അതെ, കുറുപ്പ് സാറിന്റെ വണ്ടിയുടെ കാര്യം എന്തായി? ഒന്നും ആയിട്ടില്ല. കാര്യമായിട്ടുള്ള ഇടിയാ ഇടിച്ചിരിക്കുന്നത്. കാശ് കുറെ പൊട്ടിച്ചാലേ വണ്ടി കണ്ടീഷനാക്കാൻ പറ്റൂ. അതിനെന്താ, കുറുപ്പ് സാറിന് കാശിന് പഞ്ഞൊന്നുമില്ലല്ലോ. റേറ്റ് കൂട്ടി വാങ്ങിച്ചോ, എനിക്കും കൂടി കുറച്ച് കമ്മീഷൻ തന്നാ മതി. ശരി, ഞാനേ വണ്ടി ഒന്ന് നോക്കട്ടെ. മാനത്തെ കൊട്ടാ